അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെയധികം വിലപിടിപ്പുള്ള ഒരു സാധനമാണ് സമയം. ഒരു കുറഞ്ഞ സമയം, 10 മിനിറ്റിൽ താഴെയുള്ള സമയം ചെലവഴിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. റാത്തീബിൽ വരുന്ന 18 ദിക്റുകളുടെയും ശ്രേഷ്ഠതകൾ ഈ ചാനലിൽ ഇതുപോലെ ഓരോ ക്ലിപ്പുകളിലായി ഉണ്ട്. ആഗ്രഹമുള്ളവര് കേൾക്കണമെന്ന് ഉണർത്തുകയും, ഇത് കേൾക്കാൻ വേണ്ടി നാം ചിലവഴിക്കുന്ന സമയമായിരിക്കും ചിലപ്പോൾ നാം ചിലവഴിക്കുന്ന സമയങ്ങളുടെ കൂട്ടത്തില് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നു. 17ാമത്തെ ദിക്ർ നസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ നസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ നസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ നസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. ഈ ദിക്റാണ്. ഇവിടെ 2 സ്ഥലത്തും നസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞ് ചൊല്ലി എന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ ദിക്ർ വളരെ വലിയ പ്രധാനമുള്ള ഒരു ദിക്റാണ്. ഇതിൽ കാര്യമായിട്ട് പറയുന്നത് അള്ളാഹുവിനോട് ദോഷങ്ങൾ പൊറുക്കുവാൻ വേണ്ടിയാണ്. ദോഷങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി തേടുക എന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോടല്ലാതെ നമുക്കത് പറയാനില്ല. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും, ഒരു മോശപ്പെട്ട തെറ്റായ കാര്യം ചെയ്ത ആളുകള്, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ ദോഷം ചെയ്തുകൊണ്ട് ശരീരത്തിനെ ആക്രമിച്ചവർ, ദക്കറുല്ലാഹ, അല്ലാഹുവിനെ അവർ ഓർക്കണം, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, എന്നിട്ട് അവർ ആ ചെയ്ത തെറ്റിന് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരാണ് ദോഷങ്ങളെ പൊറുക്കുന്നവൻ? അല്ലാഹു അല്ലാതെ. വളരെയധികം ഹദീസുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കാണാം. അലാ ഉഖ്ബിറുക്കും ബിദാഇക്കും വദവാഇക്കും, നിങ്ങൾക്കുള്ള അസുഖവും ആ അസുഖത്തിന്റെ മരുന്നും ഞാൻ പറഞ്ഞു തരട്ടെയോ? ഈ രോഗങ്ങളെ പല സൈസുണ്ട്. ആത്മീയമായ നമ്മളുടെ അർവാഹിന് പറ്റുന്ന കേടുപറ്റുന്ന രോഗമാണ്. ശാരീരികമായ രോഗങ്ങളുണ്ട്, അതിന്റെ മരുന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആത്മീയമായ രോഗവും അതിന്റെ ചികിത്സയുമാണ്. അലാ ഉഖ്ബിറുക്കും ബിദാഇക്കും, നിങ്ങളുടെ രോഗം ഞാൻ പറഞ്ഞു തരട്ടെയോ? വദവാഉക്കും, ആ രോഗത്തിനുള്ള മരുന്നും. അലാ ഇന്ന ദാഅകുമുദ് ദുനൂബ്, അറിയുക നിങ്ങൾക്കുള്ള രോഗം ദോഷം ചെയ്യുക എന്നതാണ്. വദവാഉക്കും, നിങ്ങൾക്ക് ആ രോഗത്തിനുള്ള ചികിത്സ, അതിനുള്ള മരുന്ന് അൽ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടലാണ്. അതാണ് ഇവിടെ ഉള്ളത്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഹബ്ബ അൻ തസുറഹു സഹിഫതുഹു, ഒരാളുടെ ഏട് അവന്റെ കയ്യിൽ കിട്ടുമ്പോൾ നാളെ മഅ്ശറയിൽ ചെല്ലുന്ന സമയത്ത്, കിതാബ് കാണുന്ന സമയത്ത് അത് കണ്ട് സന്തോഷിക്കണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ അവൻ വർദ്ധിപ്പിക്കട്ടെ, ദോഷം പുറത്തു തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല ഇബ്ലീസു ലഅനഹുല്ലാഹ്, ഇബ്ലീസ് പറഞ്ഞു, യാ റബ്ബി ലാ അബ്റഉ ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹുഹും ഫീ അജ്സാദിഹിം, നിന്റെ അടിമകളുടെ ശരീരത്തിലെ ആത്മാവുള്ള കാലത്തൊക്കെയും ഞാൻ അവരെ പഴിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ അവരെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇസ്സതി വജലാലി,
എന്റെ പ്രതാപത്തെ തന്നെ സത്യം, എന്റെ വളർമ്മയെ തന്നെ സത്യം, അവരെന്നോട് പൊറുക്കലിനെ തേടുന്ന സമയത്തൊക്കെയും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേ ഇരിക്കും എന്നാണ്. അതുകൊണ്ട് ഇബ്ലീസിനെ പരാജയപ്പെടുത്താൻ തെറ്റുകൾ മനുഷ്യരിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുക. മലക്കുകൾ തെറ്റ് ചെയ്യുകയില്ല. ഇബ്ലീസിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇസ്തിഗ്ഫാർ നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്ത ഖതീഅതൻ നുകിത ഫീ ഖൽബിഹി നുഖതത്തുൻ. ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ പതിയും. ഫൈദാ ഫസിഅ, അങ്ങനെ അവന് ഒരു തെറ്റ് ചെയ്തല്ലോ എന്നോർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ, വസ്തഗ്ഫറ, അവന് പൊറുക്കലിനെ തേടിയാൽ, വതാബ, അവൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്താൽ, സകല കൽബുഹു, അവന്റെ ഹൃദയം തെളിയും, ആ കറുപ്പ് ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകും. ഇനിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളിങ്ങനെ വർദ്ധിക്കും, അത് അവന്റെ ഹൃദയത്തിനത് മേലെയാകും. അതിനെ സംബന്ധിച്ചാണ് റാന എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കല്ലാ ബൽ റാന ഫീ ഖുലൂബിഹിം എന്ന് പറഞ്ഞ റാന കൊണ്ട് ഉദ്ദേശം തെറ്റ് ചെയ്ത് ഈ കറുത്ത പുള്ളി ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച്. മാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ക്ലിപ്പ് ദീർഘിപ്പിക്കുന്നില്ല. അജിബ്തു ലിമൻ യഖ്ലിഖു വമഅഹുൽ നജാത്തു. രക്ഷയ്ക്കുള്ള മാർഗം അവന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമ്പോൾ ആ രക്ഷപ്പെടാതെ നശിച്ചു പോകുന്ന, നഷ്ടപ്പെടുന്ന മനുഷ്യന്റെ കാര്യം ഓർത്തുകൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ചോദിക്കപ്പെട്ടു, മാഹുവ, എന്താണ് രക്ഷപ്പെടാനുള്ള മാർഗം? ഖാല അൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് ദോഷത്തെ പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അതാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ എത്ര വർദ്ധിപ്പിക്കുന്ന അത്രയും നല്ലതാണ്. അതാണ് അതിന്റെ 17ാമത്തെ ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. സൃഷ്ടികളുടെ ഒക്കെ റബ്ബായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ, ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകളെ തൊട്ടും ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് എല്ലാ മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്. ഇത് വളരെ അത്യാവശ്യമായ ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദിക്റാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.